ചേർത്തല മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. സ്പാനുകളുടെ കോൺക്രീറ്റ് ജോലികൾ ആരംഭിച്ചു. വൈകാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അരൂർ MLA ദലീമ ജോജോ പറഞ്ഞു. മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിനായി സ്ഥാപിച്ച 2 സ്പാനുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. മാക്കേക്കടവിൽ കരയിൽ നിന്നും കായലിലേക്ക് ആദ്യം സ്ഥാപിച്ചു തുടങ്ങിയ 2 സ്പാനുകളുടെ കോൺക്രീറ്റിംഗാണ് ബുധനാഴ്ച ചെയ്തത്. നിലവിൽ 4 സ്പാനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 5ാമത്തെ സ്പാനിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇതിനുള്ള ഗർഡറുകളും 6ാമത്തെ സ്പാനിന് വേണ്ട 3 ഗർഡറുകളും നിർമ്മിച്ചു കഴിഞ്ഞു. 6 വർഷം മുൻപാണ് നിർമ്മാണം തുടങ്ങിയത്. വിവിധ കാരണങ്ങളാൽ വർഷങ്ങളോളം നിലച്ച നിർമ്മാണമാണ് 4 മാസം മുൻപ് പുനരാരംഭിച്ചത്. ഗർഡറുകൾ നിർമ്മിക്കുന്നതിന് സ്ഥല സൗകര്യ പ്രശ്നമുണ്ടെന്ന് നേരത്തെ കരാറുകാർ വ്യക്തമാക്കിയിരുന്നു. പരമാവധി എണ്ണം പരമാവധി വേഗത്തിൽ ചെയ്യുന്നതായും അധികൃതർ അറിയിച്ചു. ആകെ 80 ഗർഡറുകളാണ് നിർമ്മിക്കേണ്ടത്. 2012 ഇത് കല്ലിട്ടതാണ്. പിന്നീട് അതങ്ങനെ കോടതിയിൽ അവിടെ പിന്നെ അവിടുത്തെ വാസികൾ താമസക്കാർ കോടതിയിൽ പോവുകയും അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോയി അതിന് വലിയ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാലം ഇത് ഇങ്ങനെ കിടന്നത്. പക്ഷേ ഇന്നിപ്പോൾ മനസ്സിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് പിന്നെ റെഡിയായിട്ട് ആ കോൺട്രാക്ടർ അവസാനം ഇട്ടിച്ചു പോയതാണ്. പക്ഷേ കോൺട്രാക്ടറിനെ നമ്മൾ സമീപിച്ചു, മിനിസ്റ്റേഴ്സിനെ കണ്ടു, ഫിനാൻസ് മിനിസ്റ്ററിനെയും മുഖ്യമന്ത്രിയെയും PWD മിനിസ്റ്ററിനെയൊക്കെ നമ്മൾ പോയി കണ്ടു, കത്ത് കൊടുത്തു. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം പഴയ ഫണ്ടിൽ ഇത് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിലുള്ള ടെൻഡറിൽ എടുത്ത ഒരു ഫണ്ട് വെച്ച് ചെയ്താണ്. അപ്പോൾ ഏകദേശം 97 കോടിയായിരുന്നു അന്ന് വെച്ചിരുന്നത്. അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു. പിന്നീട് നമ്മൾ 26 കോടി കൂടെ സെപ്പറേറ്റ് കണ്ടെത്തുകയും ഫിനാൻസ് മിനിസ്റ്റർ അതിന് അംഗീകാരം തരികയും ആ ഫണ്ട് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം, ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പണി തുടക്കം കുറിച്ചത്. കേവലം 3 മാസം കൊണ്ട് ഇത്രയും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ നമുക്ക് ഈ ഒരു പാലം വരുമ്പോൾ എറണാകുളവും കോട്ടയവും അരൂരും എല്ലാം കൂടെ ചേർന്നിട്ട് മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്ന തലത്തിലോട്ടാണ് പമ്പ പാത കൂടെ തെളിയുകയാണ് ഈ ഒരു പാലം വരുമ്പോൾ.